ഞാൻ അഭിജിത്ത് കെ എസ് ഇലക്ട്രോണിക്സ് 3ാം വർഷ വിദ്യാർത്ഥി SFI പാനലിൽ മത്സരിക്കുന്നു PUC സ്ഥാനത്തേക്ക്. ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്ക് മറുപടിയായിട്ട് ഞാൻ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു പോളിടെക്നിക്കിൽ ഇതുവരെ ചരിത്രത്തിൽ മാഗസീൻ ഇറങ്ങിയിട്ടില്ല, മാഗസീൻ ഇറങ്ങാനും പോകുന്നില്ല, ഇറങ്ങുന്ന മാഗസീൻ വിദ്യാർത്ഥികൾക്ക് പങ്കുമില്ല. അദ്ദേഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞെന്നറിയില്ല. ഈ എന്റെ കയ്യിലിരിക്കുന്ന ഈ മാഗസീനാണ് അദ്ദേഹത്തിന് എനിക്ക് കൊടുക്കാനുള്ള മറുപടി. കണ്ടോളൂ സുഹൃത്തെ, ഇതാണ് പോളിടെക്നിക്കിലെ മാഗസീൻ. ഇത് കാണാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സുഹൃത്ത് അങ്ങനെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇതാണ് പോളിടെക്നിക്കിലെ മാഗസീൻ. ഈ മാഗസീനെ പറ്റി പറയുകയുണ്ടായി 45,000 രൂപ ഫണ്ട് കോളേജിലുണ്ട്, അത് SFIക്കാർ ദൂർത്തടിച്ച് കളഞ്ഞു. പ്രിയ സുഹൃത്തിനോട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, 45,000 രൂപയല്ല, 35,000 രൂപ ഫണ്ടാണ് കോളേജിനകത്തുള്ളത്. ഇപ്പൊ പോയി അന്വേഷിച്ചാലും അറിയാം, ആ 35,000 രൂപ ഫണ്ടിൽ നിന്ന് ഒരു നയാ പൈസ SFIക്കാർ ഇതുവരെ ഈടാക്കിയിട്ടില്ല. എന്റെയും എന്റെ പ്രസ്ഥാനത്തിന്റെയും ചോര നീരാക്കി ഉണ്ടാക്കിയ കാശ് കൊണ്ട് അടിച്ചിറക്കിയതാണ് 65,000 രൂപയുടെ ഈ മാഗസീൻ. എടുത്തു പറയാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് SFIക്കാരൻ ചെയ്യണത് മുഴുവൻ കുറ്റമായി കണ്ട് പറഞ്ഞു നടക്കുന്ന ആ സുഹൃത്തിനോട് എനിക്കൊന്നും പറയാനില്ല. അദ്ദേഹത്തിന്റെ നയം ഇതാണ്: കാരണവന്മാർക്ക് അടുപ്പിലുമാകാം, മറ്റുള്ളവർക്ക് തൊടിയിലുമാകാം. വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇറങ്ങിക്കൊണ്ട് വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മലത്തിയെടുക്കാം, പിള്ളേരെ മുഴുവൻ മലത്തിയെടുക്കാം എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ അതിനുള്ള മറുപടി നിങ്ങൾ നൽകണം. പിന്നെ അദ്ദേഹം പറഞ്ഞ ആനക്കാരിയായിട്ട് പറയണ്ടായി ഹോം ഗാർഡിനെ കൊണ്ടുവന്നു. ഹോം ഗാർഡിനെ കൊണ്ടുവരാൻ ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അദ്ദേഹത്തിന് മനസ്സിലാവാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇത്രയും കാലം ഹോം ഗാർഡ് ഇല്ലാതെയും പോളിടെക്നിക്കിൽ നിന്ന് വിദ്യാർത്ഥികൾ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വീട്ടിൽ പോയി വരികയും തിരിച്ച് വൈകുന്നേരം വീട്ടിൽ പോവുകയും ചെയ്യുന്നു. അത് എന്തുകൊണ്ടാണ്? ഹോം ഗാർഡ് ഇല്ലെങ്കിൽ പോലും 100 കണക്കിന് വരുന്ന SFI പ്രവർത്തകരുണ്ട് ഇവിടെ ബസ് കയറ്റി വിടാൻ. ഒരു ഹോം ഗാർഡിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഹോം ഗാർഡ് വേണ്ടാന്ന് വെച്ചത്. പിന്നെ അദ്ദേഹം പറയുന്നു ഹോം ഗാർഡ് വന്നത് വലിയ മഹാസംഭവമാണ്. നിങ്ങൾ ബുദ്ധി വിവേകമുള്ള വിദ്യാർത്ഥികളല്ലേ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇലക്ഷൻ കഴിഞ്ഞ് എത്ര ദിവസം ഉണ്ടാവും? അദ്ദേഹം പറഞ്ഞു ഈ ഹോം ഗാർഡ് എന്നൊന്ന് അന്വേഷിച്ച് നോക്കുക. കഴിഞ്ഞ കൊല്ലം ഇതേപോലെ നിന്നിരുന്നു ഒരു കാർഡ്. ആ കാർഡ് നിന്ന് ഏത് പൊന്തേന്റെ ഉള്ളിലാണ്? ഇലക്ഷൻ സമയത്ത് മാത്രം പോളിടെക്നിക്കിന്റെ വരാന്തയിൽ കണ്ടുവരുന്ന KSUക്കാരന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്ന ദയനീയ അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇത്രയും കാലം അത്തിമരത്തിലെ നത്തിനെ പോലെ ഒളിച്ചിരുന്നിട്ട് ഇപ്പൊ പുറത്തു വന്നിട്ട് ഞാനാണ് വീരൻ, ഞാനാണ് KSUക്കാരൻ, എന്നെ ഇതാ കൊല്ലാൻ പോകുന്നത്. SFIക്കാരെ അങ്ങനെ ഭീഷണിപ്പെടുത്തി KSUക്കാരെ ഇലക്ഷനിൽ നിന്ന് പിൻവലിപ്പിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 2 എണ്ണത്തിന് പോലും ഇവിടെ മത്സരിക്കാൻ പറ്റില്ലല്ലോ. ആളില്ലാതെ ആകുമ്പോൾ ഓരോരോ ഉടായിപ്പോയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് വിശ്വസിക്കാൻ പിന്നെ SFIക്കാരൊന്നും ചെയ്തിട്ടില്ല. SFIക്കാർ ഇവിടെ നോക്കി നടക്കുകയായിരുന്നു. SFIക്കാർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ, കഴിഞ്ഞ വർഷത്തെ യൂണിയൻ 7 പാനൽ സീറ്റും SFI നേടിയെടുത്ത യൂണിയൻ പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നാമത് പറയേണ്ട കാര്യമാണ് ഇന്റർപോളി ആർട്സ്. ഒരിക്കലും പറയുന്നില്ല SFIക്കാരുടെ മികവ് കൊണ്ട് മാത്രമാണ് ഇന്റർപോളി ആർട്സിൽ 1ാം സ്ഥാനം പോളിക്ക് കിട്ടിയെന്ന് പറയുന്നില്ല. പക്ഷേ ABVP-കാരനോ KSUക്കാരനോ ഏത് പാർട്ടിയാണെന്ന് നോക്കാതെ കഴിവുള്ള കലാകാരന്മാരെ മത്സരിപ്പിക്കാൻ SFIക്കാർ മുൻകരുതലെടുത്തത് കൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ 1ാം സ്ഥാനം, അതായത് ഇന്റർപോൾ 48 പോളിടെക്നിക്കുകളിൽ 1ാം സ്ഥാനത്തെത്താൻ SFIക്കാർ മാത്രമല്ല പോളിടെക്നിക്കിലെ എല്ലാ വിദ്യാർത്ഥികളും നല്ലതുപോലെ പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമങ്ങൾക്ക് ഒക്കെ പുല്ലുവില നൽകുന്ന ഈ കൂട്ടുകാരനോടുള്ള മറുപടി നിങ്ങളാണ് നൽകേണ്ടത്. വോട്ടുകളുടെ രൂപത്തിൽ നിങ്ങൾ നൽകേണ്ട കാര്യമാണ്. ഇതൊന്നും നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ വിവേകമുള്ള വിദ്യാർത്ഥികളാണ്. എന്താണ് തെറ്റ്, എന്താണ് ശരിയെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ. ആ ബുദ്ധി എന്താണെന്ന് തെളിയിക്കേണ്ടത് ഇലക്ഷന്റെ സമയത്ത് വോട്ട് ചെയ്തുകൊണ്ടാണെന്ന് മാത്രം ഞാൻ പറയുന്നു. പിന്നെ പറയേണ്ട SFIക്കാരോട് ഭീഷണിപ്പെടുത്തുകയാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ വന്ന് നോക്കി നിന്നിട്ടേ ഉള്ളൂ. യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എന്താ വരാൻ പാടില്ല. SFIക്കാർ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ കൊടി വെക്കാൻ വന്ന എണ്ണ ഒന്ന് അന്വേഷിക്കുക. അതിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇല്ല, ഞങ്ങൾ വേണമെങ്കിൽ ലാമിനേറ്റ് ചെയ്ത് ഇവിടെ എല്ലാവരും ഒട്ടിക്കാം. 10 ആള് കൊടി വെക്കാൻ നിന്നേല് 8 ആള് പുറത്തുനിന്ന് യൂത്ത് കോൺഗ്രസ്സുകാരാണ്. ഈ 2 ആളെ വെച്ചുകൊണ്ട് ഇവർ ഇതിനകത്ത് എന്താ ചെയ്യാൻ പോകും? ഇത്രയേ ഉള്ളൂ. ആ 8 ആളെ കൊണ്ട് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നത് വളരെ വ്യക്തമായിട്ട് ആർക്കറിയാം. റോഡിന്റെ നടുക്ക് നിന്ന് എന്നെ അവിടെ ആ വഴിയിൽ നിന്നിരുന്ന എന്റെ കയ്യും കാലം വെട്ടും മോനെ ദിനേശാന്നും പറഞ്ഞ് പോയ യൂത്ത് കോൺഗ്രസ്സുകാർ ഇവിടെ സമാധാനപ്രിയരാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മന്ദബുദ്ധികളല്ല പോളിടെക്നിക്കിലുള്ളത്. ഇതൊക്കെ പറഞ്ഞ് ഇത്രയും കാലം ഒന്നും ചെയ്യാതെ ഇപ്പൊ ഇലക്ഷന്റെ സമയത്ത് കയറി വന്ന് നിങ്ങളെ ക്യാൻവാസ് ചെയ്യാനുള്ള ഓരോ തന്ത്രങ്ങളാണ്. ആ തന്ത്രങ്ങൾ തിരിച്ചറിയാനുള്ള ബുദ്ധി വിവേകവും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ABVP-കാരെ പറ്റി പറയുകയാണ്. ഇപ്പൊ ABVP ആണ് ഒരു കാര്യം ഉറപ്പാണ്, KSUവിനെ സംബന്ധിച്ചിടത്തോളം ABVP രാജാക്കന്മാരാണ്. ഒന്നുമില്ലെങ്കിലും 7 പാനലിൽ തികച്ചില്ലെങ്കിലും 6 പാനലെങ്കിലും നിർത്താൻ അവന്മാർക്ക് ആളുണ്ട്. അതിലെ അവന്മാർക്ക് അഭിമാനിക്കാണ്ടായിരുന്നു. ഇപ്പൊ ഈ 6 പാനലിലെ ആളെങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് നല്ല രീതിയിൽ അന്വേഷിച്ചാൽ മനസ്സിലാവും. നീലത്താമന ഞങ്ങൾ തമാശക്ക് പറയുന്നതാണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ സംസാരിച്ചിറങ്ങിയപ്പോ എന്റെ പ്രിയ സുഹൃത്ത് ചില ക്ലാസ്സുകളിൽ കയറി ABVP സ്ഥാനാർത്ഥിക്ക് വേണ്ടി സംസാരിക്കുന്നു.
ഒരേ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ABP സ്ഥാനാർത്ഥിയെ SFIക്കാർ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് ഇറക്കി വിട്ടു. അവന് മത്സരിക്കാൻ പറ്റുന്നില്ല. അയ്യോ പാവന്റെ സുഹൃത്ത് എന്ത് ചെയ്യും? അപ്പോൾ എനിക്ക് ഒന്നേ അദ്ദേഹത്തോട് ചോദിക്കാനുള്ളൂ, അദ്ദേഹം മത്സരിക്കുന്നത് KSUവിന് വേണ്ടിയിട്ടാണോ ABPക്ക് വേണ്ടിയിട്ടാണോ? ഈ ക്യാമ്പയിനുകൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാം മനസ്സിലാവും. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് SFIക്ക് കിട്ടാൻ പോകുന്ന 600 വോട്ടിൽ ഒരു വോട്ടെങ്കിലും കുറയ്ക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുൻഗാമി അറിയാമായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അറിയില്ലായിരിക്കും. ഇവിടെ അന്വേഷിച്ച ഒരു മഹാനുണ്ടായിരുന്നു, KSU വിഷ്ണു, ഇന്ന് ഷാഫി പറമ്പിലിന്റെ PA ആണ്. അതുപോലെ ഒരു വോട്ടെങ്കിലും കുറച്ച് ഷാഫി പറമ്പിലിന്റെ PA, ഉമ്മൻചാണ്ടിയുടെ PA എന്തെങ്കിലും ആയി മാറാൻ വേണ്ടി ചെറിയ ശ്രമം മാത്രമാണ്. ആ ശ്രമത്തിന് നിങ്ങൾ അത്ര വില കൊടുക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. പിന്നെ അദ്ദേഹം കാണിക്കുന്ന ഒരു സ്പോർട്സ്മാൻഷിപ്പ് എടുക്കാൻ നിങ്ങൾക്കും പറ്റണം. ഇനി പറയാനുള്ളത് MM മണിയുടെ കാര്യം പറഞ്ഞു. 3ാം ക്ലാസ് വരെ പഠിച്ച MM മണിയാണോ ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? 4ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞാൽ അബ്ദുൾ റബ്ബിന് വിദ്യാഭ്യാസ മന്ത്രിയാകാം. 3ാം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം വെച്ചുകൊണ്ടൊന്നും ഞങ്ങൾ എന്തായാലും കളിക്കാൻ പോകുന്നില്ല. ഫേസ്ബുക്കും ഓർക്കുട്ടും നോക്കി രാഷ്ട്രീയം പഠിച്ചവരാണ് ഞങ്ങൾ. ഫേസ്ബുക്കും ഓർക്കുട്ടും നോക്കി രാഷ്ട്രീയം പഠിച്ചവർ അതിനുള്ളിൽ രാഷ്ട്രീയം ഉണ്ടാക്കി നിന്നാൽ മതി. വിദ്യാർത്ഥികളുടെ ഇടയിൽ വന്നിട്ട് എന്തായാലും രാഷ്ട്രീയം കളിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. സംസാരിക്കുന്നുണ്ട്. ഇതിപ്പോ ഷാഫി പറമ്പിലെ കല്യാണമൊക്കെ എല്ലാം ഇന്റർനെറ്റ് വഴിയാണ്. ഇവർക്ക് പിന്നെ എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റ് വഴിയാണ്. ഇനി കല്യാണം കഴിഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഇന്റർനെറ്റ് വഴി. കാരണം നിങ്ങൾ ബുദ്ധിയും ബോധമുള്ള വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്കറിയാം പോളിടെക്നിക്കിനകത്ത് എന്ത് സംഭവിക്കുന്നു. ഇതുവരെ ഒരു പുല്ല് പറിച്ചു പറയാൻ പോലും കഴിയാത്ത KSUക്കാരനോ ABPക്കാരനോ തലകുത്തി മറിഞ്ഞാൽ പോലും SFIക്കാരന്റെ രോമത്തിൽ സ്പർശിക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ആ അവസരം നല്ലതുപോലെ വിനിയോഗിക്കുമെന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരിക്കൽ കൂടി എന്നെ പരിചയപ്പെടുത്താം. ഞാൻ അഭിജിത്ത് KS, ഇലക്ട്രോണിക്സ് 3ാം വർഷ വിദ്യാർത്ഥി, SFI പാനലിൽ മത്സരിക്കുന്നു PUC സ്ഥാനത്തേക്ക്.